തിരക്കാട്ടോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നത് ഈ ചോരലേസൊക്കെ വാങ്ങണമെന്ന് നമ്മളിപ്പോൾ വെളിച്ചം കുറച്ച് വെളിച്ചമുണ്ട് വെയിലാണല്ലോ അതുകൊണ്ട് നേരെ വെയ്യാണ് വന്നത് കുറേ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങിയാലും സൂര്യാസ്തമയം എപ്പോൾ ആവും നമുക്കൊരു കല്യാണത്തിന് കഴിഞ്ഞ് പിന്നെ ബീച്ച് കയറണോ പറയുന്നത് പക്ഷേ വരാൻ പറ്റുന്നില്ല എന്താണ് പറ്റിയത് എന്താ പറയുക നല്ലൊരു ഇതുണ്ട് കേട്ടോ ഫോൺ വലിയ ക്ലിയറോ നല്ലൊരു ഫോൺ വാങ്ങാൻ പെട്ടെന്ന് വാങ്ങാൻ പറ്റട്ടെ പൈസയൊക്കെ ഉണ്ടായിട്ട് പിന്നെന്താ ഒരുപാട് നല്ല ക്രൗഡാണ് നോക്കിയാലെന്നറിയാം പൊന്നമ്മനുണ്ട് ഹായ് ഹായ് അടിപൊളിയാണ് വൈബ് സംഭവമാണ് സൂര്യാസ്തമയൊക്കെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ അതൊക്കെ എല്ലാവരെയും കണ്ടു ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അവിടുത്തെ ക്രൗഡിൻ്റെ സൗണ്ട് കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല. അപ്പം ഏതായാലും ഞാൻ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കോഴിക്കോട് ബീച്ചിലാട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്രൗഡ് കാര്യങ്ങളാണ്, നിറച്ചും ആൾക്കാരുണ്ട്. ഫുൾ ഫാമിലീസ് ആട്ടോ, ഫാമിലിയും കുട്ടികളൊക്കെയാണ് ഉള്ളത്. നിറച്ചും ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ നോക്കിട്ടോ. അപ്പം കാക്ക പറയുന്നുണ്ട് അപ്പുറത്ത് ഊഞ്ഞാലുണ്ട്, കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ അന്ന് കയറിയതിനെക്കാട്ടിലും വലുതാണ്, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ജീവിതത്തിൽ ഊഞ്ഞാൽ കയറുന്ന പരിപാടിയില്ല, എത്ര വലുതായാലും വേണ്ടിയില്ല ചെറുതായാലും വേണ്ടിയില്ല. ഞാൻ അത്രയും പേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പേടിയുണ്ട് ഉള്ളത്. അപ്പോൾ ഓരോ കുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ, തെരുവ് കച്ചവടക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. മുന്നേ മനസ്സ് നല്ലോണം എല്ലാം വീക്ഷിക്കുന്നുണ്ട്, നല്ലോണം നോക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോയി നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സ് പറയേണ്ടത് ആ സൂര്യൻ അസ്തമിക്കാനയക്കണ ഇതാക്കണ കാണുന്നുണ്ട്, കടലിലിപ്പോൾ മുങ്ങുന്നൊക്കെ. എന്നാലും കുറച്ചും കൂടെ നേരത്താട്ടോ പോയത്. നമ്മൾ ഇന്ന് പോവുകയാണെങ്കിൽ ലേറ്റായിട്ടാണ് പോവുക, ഒരു 8 മണി 7:30 ആവും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ചിങ്ങോട്ട് നടന്ന് വന്നപ്പോൾ അവിടെ സർക്കസ് കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ഫാമിലിയാണെന്ന് തോന്നുന്നു. എന്താ പറയുക, കുറേ സർക്കസ് കാര്യങ്ങളൊക്കെ കണ്ടിടാൻ നിന്ന് കേട്ടോ. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. എന്താ പറയുക, പാവല്ലേ, എനിക്കങ്ങനെ തോന്നുന്നു. എന്താ പറയുക, ജീവിതത്തിൽ ഓരോരോ ആൾക്കാർ ഓരോരോ വേഷങ്ങൾ ജീവിക്കാൻ വേണ്ടി കെട്ടുക എന്ന് പറയൂലേ, അങ്ങനെ. എനിക്ക് എന്താ പറയുക, പാവം തോന്നി. ഡ്രസ്സൊക്കെ കീറിയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ വേഷത്തിലൊക്കെ ആയിരിക്കും. എങ്കിലും നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരില്ലേ, സർക്കസും കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു അല്ലേ, സർക്കസൊക്കെ കളിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ നാടകവും സർക്കസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ചിൽ ഫുള്ള് ക്രൗഡാട്ടോ. ഇതിപ്പം എന്ന് വെച്ചാൽ 11-ാം തീയതി ആട്ടോ, മെയ് 11-ാം തീയതിയാണ് ഞങ്ങൾ ബീച്ചിൽ പോണത്. അപ്പം അന്നെടുത്ത വീഡിയോ, അന്ന് നല്ല വെയിലുള്ള സമയം കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന കുറേ ഡിലേ ആയിട്ടുണ്ട്, നല്ല മഴ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു ഈ ഇതിൽ നമ്മൾ പോയി വന്നിട്ട്. അന്ന് നല്ല ക്രൗഡ് എന്ന് വെച്ചാൽ ബീച്ച് കാലുത്താൻ സ്ഥലമല്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോവലുണ്ട്, അപ്പം ഇങ്ങനെ തിരക്കൊന്നും കാണില്ല. അപ്പം വെക്കേഷനാണ്. അതേപോലെ ബോട്ടിങ് ഉണ്ട് കേട്ടോ, ബോട്ടിങ്. പിന്നെ ആളുകൾ കുറച്ച് നേരം എനിക്കൊന്ന് ബോട്ട് കയറിയിട്ട്
കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാട്ടോ പോകുന്നത്. അതിന് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. എവിടുന്നൊക്കെ ദൂരെ. കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ ഒരു എല്ലാം കൊണ്ടും ഒരു ഇതാണല്ലോ, ഇഷ്ടമുള്ള സ്ഥലമാണ്. എല്ലാവർക്കും വരാൻ ആഗ്രഹമുള്ള സ്ഥലമാണ്. വയനാട്ടിലുള്ളവരുണ്ട്, എവിടേക്കോ എന്തൊക്കെയോ ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ അറിയുന്നവരൊക്കെ ഉണ്ടാവും. കുറേ ആൾക്കാരൊക്കെ അറിയുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മളിങ്ങനെ മക്കളെന്നോ പറയുന്നുണ്ട് പോവാന്ന്. നമ്മൾ തോനെയും ബീച്ചിലൊക്കെ ആട്ടോ പോവുക. നമ്മളെ വീടിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ബീച്ചിലേക്കൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയോണ്ടിരിക്കുക, കാഴ്ചകളൊക്കെ കണ്ടു. ബൈക്കൊക്കെ നമ്മളവിടെ എവിടെയോ നിർത്തി. അവിടെ നിന്നൊക്കെ എത്രയോ ദൂരം നമ്മളിപ്പോൾ നടന്ന് വന്നു. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുക. കുറേ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അവിടെ സർക്കസ് നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാട്ടോ ഇപ്പോൾ അങ്ങോട്ട് പോയത്. ആ വീഡിയോ എനിക്ക് ഒന്ന് രണ്ടാമതായിട്ട് പോയി. ഫസ്റ്റായി നമ്മൾ ഇട്ടിട്ടുണ്ട്. എപ്പോഴാണ് സർക്കസിൻ്റെ ഒക്കെ കാണണത്. ഫസ്റ്റിൽ സർക്കസ് എങ്ങനെയാണ് കാണിച്ചതെന്നുള്ളത്. എന്താ പറയുക, എന്തോ ഒരു കയറിങ്ങനെ ചുറ്റിയിട്ട് അതിൽ കെട്ട് ഇട്ടിട്ട് എറിയുന്നതാണ്. അപ്പോൾ കെട്ടില്ലാണ്ടായിരിക്കും വെക്കുക. അങ്ങനെ എന്തോ ആണ്, മേജിക്ക് പോലെ എന്തോ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ആ പെൺകുട്ടീനെയൊക്കെ കണ്ടിട്ട് പാവം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു നിവൃത്തികേടായിരിക്കും. എന്തായാലും നമ്മൾ കുറേ ആൾക്കാർ, ഞാൻ മോന് 2 മക്കളുടെ കയ്യിലും പൈസ കൊടുത്തു കേട്ടോ. പൈസയൊക്കെ കൊടുത്തു. എനിക്ക് പാവം തോന്നാം. അങ്ങനെ എല്ലാവരും കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ടാവും, അറിയില്ല. നമ്മളിപ്പം കാണുമ്പോൾ നമുക്ക് എന്തൊരു വിഷമം. പിന്നെ പട്ടമൊക്കെ ഉണ്ട് കേട്ടോ പാറുന്നുണ്ട്. മോനൊക്കെ ഇങ്ങനെ നോക്കുക, എന്താ ഇപ്പം കാണിക്കാൻ പോകണേ, നമുക്കറിയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ ബീച്ച് വരുന്നുണ്ടെങ്കിലും സർക്കസ്, ഗാനമേള അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അമ്മച്ചി എന്താ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് എറിയാൻ നോക്കിയപ്പോൾ. തമിഴും മലയാളം കൂടി കലർന്ന ഭാഷയൊക്കെ സംസാരിക്കണത്. എല്ലാവരും എന്താ സംഭവിക്കണത് അറിയില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തോ ഒരു ഊരാക്കുടുക്ക് ഇട്ടിട്ടുണ്ട് ഒരു കമ്പിയിൽ. അതിങ്ങനെ ഊരാക്കുടുക്കെന്ന് വെച്ചാൽ കെട്ടിയതാണ്. ആ കെട്ടിയത് അപ്പോൾ ഇങ്ങനെ എറിഞ്ഞപ്പോൾ തന്നെ ആ കെട്ടൊന്നും ഇല്ലാതെ പോകുന്നതാണ് കേട്ടോ. എന്തോ ഒരു ചെറിയ ട്രിക്കായിരിക്കും. എനിക്ക് വന്ന അച്ഛനും അമ്മയും മോനും മരുമോളും അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഫാമിലി ചെറിയൊരു മോനുമായിരിക്കും. അപ്പം അങ്ങനെ കുറേ കാണിച്ച്. ആ പെണ്ണ് പിന്നെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറേ നേരം ഞാൻ വീഡിയോ എടുത്തു കേട്ടോ വെറുതെ. അപ്പം ഏതായാലും ഞാൻ കണ്ടതല്ലേ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ച്. അപ്പം നല്ല സന്തോഷത്തിലാട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ തീരെയും ക്ലിയർ ഇല്ല. അപ്പോൾ കാക്കൻ്റെ ഫോണിലെടുത്തപ്പം കുറച്ചും കൂടെ വെളിച്ചമുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് കാണിക്കണത്. മുന്നമോനും മോനൂസും ഒക്കെ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവർ. കാക്ക ഇങ്ങനെ കൈ കെട്ടി എല്ലാം കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പോൾ നമ്മളെപ്പം ബീച്ചിൽ പോവുകയാണെങ്കിൽ ലേറ്റായിട്ടാണ് പോകുക. 7 ആവും, 8 മണി അങ്ങനത്തെ ടൈമിനൊക്കെ ആയിരിക്കും ഞങ്ങൾ പോവുക. കുറച്ചും കൂടെ നേരത്തെ പോയി നല്ല വെളിച്ചമുള്ള സമയത്താട്ടോ നമ്മളവിടെ എത്തി. വെളിച്ചം വെച്ചാൽ പകൽ എല്ലാ സമയത്തും 7, 8 മണിക്കൊക്കെ പോകുമ്പോൾ രാത്രി ഇരുട്ടാവും. പിന്നെ ബീച്ചിലൊന്നും കാണാനൊന്നും പറ്റില്ല. അങ്ങനത്തെ തോനെ ഞങ്ങൾ മക്കൾ കച്ചറ ഉണ്ടാക്കി രാത്രി അങ്ങനെയുള്ള കരിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോഴൊക്കെ ലേറ്റ് ആവുകയും ചെയ്യും. പിന്നെ അവിടുന്ന് നമ്മൾ മറ്റേതില്ലേ കോളിഫ്ലവർ പൊരിച്ചത് അത് കഴിച്ചു കേട്ടോ. പിന്നെ കാടമുട്ട കഴിച്ച്. അപ്പം ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ടും ആണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണത്. അങ്ങനെ കഴിച്ച് ഇങ്ങനെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. കടൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മഴ പെയ്തിട്ടില്ല. അന്നൊക്കെ വേനൽ നല്ല ചൂടുള്ള സമയമാണ്. ഇപ്പോൾ വൈകുന്നേരം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ആദ്യമൊക്കെ പോയാൽ വെള്ളത്തിലിറങ്ങാൻ എൻ്റെ മക്കൾ പറയലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പോയപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയും മക്കൾ പിന്നെ പോവാനൊക്കെ. ഇപ്പം
അങ്ങനെയുള്ള ട്രൗസറും തുണിയും എന്താ പറയുക മുണ്ടൊക്കെ എടുത്തിട്ട് പോകും നമ്മൾ. അപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് നടന്നപ്പോൾ കുറേയൊക്കെ സൂര്യാസ്തമയമൊക്കെ ആവാനായി. അവിടെ ഒന്നും നല്ല ആളാണ്. അപ്പം തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് പോവാം കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് കാക്ക അതുവരെ സംസാരിക്കുക കാര്യമൊക്കെ തന്നെ. വീഡിയോ എടുക്കുമ്പോൾ കാക്കക്ക് അങ്ങനെ പരിചയമായി വരുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ, വേറൊന്നുമില്ല. പിന്നെന്താ, നല്ല നല്ല വ്യൂ ഉണ്ട്. പിന്നെ സൂര്യാസ്തമിക്കാനായിക്കണ്, ഏകദേശം വെളിച്ചമൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് തോനെ നേരം നമ്മൾ അവിടെ നിന്ന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗാനമേള ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ നല്ല അടിപൊളി നമ്മളെ സിത്താരയൊക്കെ അല്ലേ, എനിക്കൊന്ന് മഴവിൽ മനോരമയിലാണോ ഫ്ലവേഴ്സിലാണോ എന്ന് എനിക്കറിയാം, അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഗായികയൊക്കെ വന്ന്, അപ്പോൾ അവിടുത്തെ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഉഷാറായി. ഒരുപാട് ആളുണ്ട് കേട്ടോ, നല്ല ക്രൗഡ്, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നമ്മൾ പോയത്. ഞങ്ങൾ ഞായറാഴ്ച ആയിരുന്നു പോയി. നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് നമ്മളങ്ങനെ അന്നൊരു ഫ്രീ ഉള്ള സമയമായിരുന്നു കാക്കക്കും. മക്കളങ്ങനെ എത്രയോ ദിവസമായി ഇങ്ങനെ പറയണം. അപ്പോൾ അതുകൊണ്ടും അന്ന് തന്നെയാണ് കല്യാണത്തിന് പോയ ആ ഒരു ദിവസം തന്നെയാണ് ഈ ഒരു ബീച്ചിലും പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡുള്ള ദിവസമായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈമും ആണ്, പിന്നെന്താ സൺഡേ ആണ്. അങ്ങനെ എല്ലാം കൂടെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഈ ഇരുട്ടിലൊക്കെ നിറച്ചും ആളിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം അവിടെ പാട്ടൊക്കെ കേട്ടിരുന്നു. മറ്റേ AR റഹ്മാൻ്റെ പാട്ടും അനുസിത്താര, പിന്നെ പാട്ടുകൾ നമ്മൾ അറിയുന്ന പാട്ടൊക്കെ കോഴിക്കോടിനെ പറ്റിയും ഒരു മലപ്പുറമാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും അച്ഛനും അമ്മയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പാട്ട് പഠിത്തവും ഡാൻസ് പഠിത്തവും. പിന്നെ ഈ ബീച്ചിൽ വരാത്ത കുട്ടികളുണ്ടാവില്ല ഈ പരിസരത്തൊന്നും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയായിരുന്നു. ഇവിടെ ടൗൺ ഹാളിലെ പാട്ടുകൾ കേട്ടിട്ടും അവിടെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യലായിരുന്നു ഏറ്റവും വലിയ പ്രോത്സാഹനവും സന്തോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോഴിക്കോട് വരിക എന്ന് പറയുമ്പോൾ അത്രയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ബീച്ചിൽ ഇവിടെ എത്ര പരിപാടികൾ നടന്നു പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടായതിൽ ഇത്രയും വലിയൊരു ആഘോഷം ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുള്ള എല്ലാ സന്തോഷവും അറിയിക്കുകയാണ്. പിന്നെ പണ്ട് മുതൽക്കേ ഇവിടെ വന്നു പോകുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഒരു കാര്യമായിരിക്കും, ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകളൊക്കെ ഇവിടെ കോഴിക്കോട് വന്ന് പാടിയവരൊക്കെ പറയുമെന്ന് പറയാം, ഏറ്റവും നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ്, ഏറ്റവും മനസ്സറിഞ്ഞ് പാടുന്ന സ്ഥലങ്ങളിലൊന്നാണെന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഭംഗിവാക്ക് പറഞ്ഞ കാര്യം, ഞാനും ഇവിടുത്തെ ഓഡിയൻസിൻ്റെ ഭാഗമാണ്. ആത്യന്തികമായിട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സമയം കുറേ ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വന്ന സമയമായിരിക്കും, ഈ പാട്ട് കേൾക്കൽ പോലും ആയിരിക്കില്ല ഉദ്ദേശം. പക്ഷെ എന്നാലും പോണ പോക്കിന് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളെ കാണുകയാണെങ്കിൽ 2 പാട്ടിനും കൂടെ കൂടണമെന്നോ കൈയടിക്കണമെന്നോ അല്ലെങ്കിൽ പാടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ചെയ്യുക. ഇനി ഓഡിയൻസിനെ കുറച്ചുകൂടി കാണാൻ പറ്റും എനിക്ക്. ഷഹീം, ഈ ഫ്രണ്ട് റോയിൽ വെള്ള കസേരയിലിരിക്കുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് കാണുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള ആളുകൾ കാണാൻ പറ്റില്ല. കണ്ട് സംസാരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനിയുള്ള കുറച്ച് സമയം 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ കൂടെ നിൽക്കണം, കൂടെ ഒന്ന് പാടുക ഒക്കെ ചെയ്യണം. കണ്ടോ ഇത്രയും സൈലൻസ് ബീച്ചിൽ വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക്. അത് കോഴിക്കോട് ബീച്ചിൽ ഇത്ര ശബ്ദമില്ലാണ്ട് എനിക്ക് കൂടെ രസമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പാട്ടൊരു എളുപ്പപ്പണിയായിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇത് എല്ലാവർക്കും. അങ്ങനെ പിന്നെ നമ്മൾ പ്രോഗ്രാം കുറച്ചൊക്കെ കേട്ടു, ഒരു 4 പാട്ടൊക്കെ കേട്ടു. അതിന് ശേഷം നമ്മൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോരുമ്പോഴാണ് മീനിൻ്റെ അക്വേറിയം കാര്യങ്ങളും മീനും ഒക്കെ കണ്ട്. പിന്നെയും കുറേ കച്ചവടക്കാരൊക്കെ ലൈറ്റിൽ നല്ല രസമാണ് കേട്ടോ. ലൈറ്റുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ച് നല്ല രസം. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. മറ്റേ ഉപ്പിലിട്ടതും ചെരണ്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്. നമ്മളവിടുന്ന് മറ്റേ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ സൂഫിയിലൊക്കെ പോയിട്ട് സൂഫിയിൽ പോയി മന്തിയൊക്കെ കഴിച്ച്.
ഇന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.